ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ്. 2 ദിവസത്തിനിടെ 100-ലധികം പേരെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യം തന്നെയാണ്. എന്നാൽ മരിച്ചവരെല്ലാം ഹമാസ് ഭീകരരാണെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. 200ഓളം പേരെ ടാർഗറ്റ് ചെയ്തിരുന്നു. ഇന്ന് മാത്രം ഇല്ലാതായത് 60-ലധികം പേരാണ്. ഇന്നലെ 50ഓളം ഹമാസ് ഭീകരരെയും കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. വെടിനിർത്തലിനായി ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ഗസയിലെ അതിക്രൂര കൊല നടക്കുന്നതെന്നത് ശ്രദ്ധേയം. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ശ്രമം. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട്. ഗസയുടെ വടക്ക് മുതൽ തെക്ക് വരെ 100-ലധികം ആക്രമണങ്ങളാണ് 2 ദിവസങ്ങളിൽ നടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതേസമയം മെഡിക്കൽ സേവനം നിലച്ച വടക്കൻ ഗസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിൽ അഭയം തേടിയവരെ പിടിച്ചു പുറത്താക്കി. ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മധ്യ ഗസയിലെ അൽ അവദ ആശുപത്രിക്ക് സമീപം ശക്തമായ ഷെല്ലാക്രമണമുണ്ടായി. ഈ ആഴ്ചയിൽ 20 ആശുപത്രികൾക്കും 12 മറ്റ് മെഡിക്കൽ സൗകര്യങ്ങൾക്കും നേരെ കുറഞ്ഞത് 136 തവണയെങ്കിലും ഇസ്രായേൽ ആക്രമിച്ചതായി UN റിപ്പോർട്ട് ചെയ്യുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേൽ വെടിവെപ്പിലും കണ്ണീർവാതക പ്രയോഗത്തിലും നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു. തെക്കൻ ഗസയിലാകട്ടെ അൽ മവാസിയിൽ കുടിയിറക്കപ്പെട്ട 80,000-ലധികം പേർ താമസിക്കുന്ന കൂടാരങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ 5 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭാ ഏജൻസി UNICEF പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,717 അതിനിടെ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് മൊസാദ് സംഘം ഉടൻ ദോഹയിലെത്തും. ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ച നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും 42 ദിവസം വീതമായിരിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുക. രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങും. ബാക്കിയുള്ള ബന്ദികളെ കൂടി ഹമാസ് ഇക്കാലയളവിൽ വിട്ടു നൽകും. 3ാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ആരംഭിക്കും. ഹമാസ് അംഗീകരിച്ച ഈ കരട് ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല.